Hello everyone, welcome to Gboard Plus One Commerce and Humanities channel. It's me Nafi. എല്ലാവർക്കും മക്കളെ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ക്ലാസ് തുടങ്ങി ഇപ്പോൾ വളരെ പതുക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യണം, കോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം, ആ ഒരു ചിന്തയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. നിങ്ങൾ പ്ലസ് വണ്ണിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കാൻ ആഗ്രഹിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഈ ഒരു വീഡിയോ കാണുന്നില്ല. ഈ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്കൂളുമാണ് കിട്ടിയതെങ്കിൽ അവർ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി, നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ അറിയാം SSLC പോലെയല്ല പ്ലസ് വൺ. SSLCയേക്കാൾ 3 ഇരട്ടി ഇവിടെ പഠിക്കാനുണ്ട്, പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട്. പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 6 സബ്ജക്റ്റാണുള്ളത്, അത് ലാംഗ്വേജ് അടക്കമുണ്ട്. പ്ലസ് വണ്ണിൽ ഗ്രേഡിനേക്കാൾ കൂടുതൽ മാർക്കിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ പ്ലസ് വണ്ണിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് ടുവിലും നല്ല മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം പ്ലസ് വണ്ണ് പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനാണ് പലതിനും പ്ലസ് ടുവിൽ. ഈ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മൊത്തത്തിലൊരു ഗ്രേഡ് കാർഡ് 1200 1200 വരിക. ആ 1200 നിങ്ങൾ എത്ര മാർക്ക് നേടുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിലെത്തി, നിങ്ങളൊന്നുകിൽ കൊമേഴ്സ് എടുത്ത കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളായിരിക്കാം. നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക, പ്ലസ് വൺ ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. ഞാൻ മനസ്സിൽ നിങ്ങളൊന്ന് ആലോചിക്കാം, ഞാൻ ഈ 2 ആഴ്ച എൻ്റെ സ്കൂളിലെടുത്ത ഏതെങ്കിലും സബ്ജക്റ്റിലെ ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ചോ? ഈ 2 ആഴ്ച ഞാൻ സ്കൂളിലെടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചോ? ഈ 2 ആഴ്ച സ്കൂളിലെടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു ചാപ്റ്റർ ഞാൻ മറിച്ച് നോക്കിയോ? നമ്മുടെ ടീച്ചർ എടുക്കുന്നത് ചെറിയ ടോപ്പിക് ആണെങ്കിലും ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പല കുട്ടികളും പറയാം, ഇല്ല ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല, ഞാനിപ്പോഴും പഠിക്കാതെ എന്തൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂളിലേക്ക് വരുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ടൈം ഈസ് ടു പ്രഷ്യസ്. ഏറ്റവും വില പിടിച്ചത് സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കേണ്ട സമയം, നിങ്ങളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം, ആ സമയം നിങ്ങൾ നശിപ്പിച്ച് കളയാണ്. ആ സമയം നിങ്ങൾ മറ്റാർക്കോ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ആ സമയം നിങ്ങൾ പഠിക്കാതെ വേറെ എന്തൊക്കെ ആലോചിച്ച് കൂട്ടാണ്. ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് വരുന്നത്? 2026 മാർച്ചിലാണ് നിങ്ങൾ പ്ലസ് വൺ പബ്ലിക് എക്സാം എഴുതാൻ പോവുക. ആ സമയത്ത് നിങ്ങൾ ഇതിന് മുന്നൊരു ഫെബ്രുവരിയിൽ എന്തുണ്ടാവും, ഒരു മോഡൽ എക്സാം ഉണ്ടാവും. ആ മോഡൽ എക്സാം സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക, അയ്യോ ഇത് എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ്, എന്തൊക്കെ ടോപ്പിക് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്, എനിക്ക് ആകെ പേടിയാവുന്നു. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ടെൻഷൻ അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആകെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങും. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും നീങ്ങരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ ആദ്യത്തെ ഒരാഴ്ച അരമണിക്കൂർ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അടുത്ത ആഴ്ച നിങ്ങൾ ആ അരമണിക്കൂർ പഠനം 1 മണിക്കൂറാക്കുക. അതിനടുത്ത ആഴ്ച ആ 1 മണിക്കൂർ പഠനം 2 മണിക്കൂറാക്കുക. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 മാർച്ച് ആകുമ്പോഴേക്കും പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ചു തീർക്കാം. ഒരു തവണ റിവിഷനും നടത്താം, ഒരു സെമി റിവിഷനും നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് 2026 മാർച്ച് ആകുമ്പോഴേക്കും ചെയ്യാൻ പറ്റും. അപ്പം ഈ 2026 മാർച്ചിലെ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പഠിക്കുക എന്നുള്ളതാണ്. അല്ലേ, ഞാൻ പറയുന്നു ഒരു ദിവസം മാക്സിമം നിങ്ങൾ 3 മണിക്കൂർ പഠിച്ചാൽ മതി. അത് ഇപ്പം നിങ്ങൾ 3 മണിക്കൂർ പഠിച്ചു തുടങ്ങണ്ട. ഇപ്പം നിങ്ങൾ അരമണിക്കൂർ വീതം പഠിച്ച് ആ പഠനത്തേക്കുള്ള ഒരു വാമപ്പ് സ്റ്റേജ് ആക്കുക. അല്ലേ, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരും ഏതെങ്കിലും ഗെയിം കളിക്കാൻ പോകുന്ന ആൾക്കാരും ഫസ്റ്റ് എന്താ ചെയ്യുക, അവരൊന്ന് വാമപ്പ് ചെയ്ത് ബോഡി ഒന്ന് ചൂടാക്കും, എന്നിട്ടാണ് മെയിൻ വർക്കൗട്ടിലേക്ക് കടക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വാമപ്പ് സ്റ്റേജ് ഉണ്ടാക്കുക. ഒരു ഹാഫ് ആൻ അവർ ഈ ഒരു വീക്ക് നിങ്ങൾ ആഴ്ചയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഒരു 1 വീക്ക് നിങ്ങൾ ഹാഫ് ആൻ അവർ പഠിച്ചതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 അവർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. സമയം വളരെ പ്രഷ്യസാണ്. നിങ്ങളെ പാരൻസ് നിങ്ങളെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് പ്ലസ് വണ്ണിൽ ചേർത്തത്. നിങ്ങളെ കൊണ്ട് പറ്റുമടാ, നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. പഠിക്കാൻ തയ്യാറാവുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മോട്ടിവേഷനോ വേണമെങ്കിൽ, നിങ്ങൾക്ക് മികച്ച രീതിയിൽ പ്ലസ് വണ്ണിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.gboard എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.